അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് അയില വെച്ചിട്ട് വളരെ രുചികരമായിട്ട് കൽമാസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, വാ. അപ്പോൾ ഞാനൊരു 6 അയില മസാല ഒക്കെ ഇട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കുക. ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് മസാല ഇറക്കിയാണ്. ഇത് വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഡീപ് ഫ്രൈ തന്നെ ചെയ്യണമെന്നില്ല. അപ്പം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ പൊരിച്ചെടുക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ ഒരു 4 വലിയ ഉള്ളി പൊടിയായി അരിയുക. 5-6 പച്ചമുളക് കൂടി ഞാൻ അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചത്. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മീനില്ലേ, അതും മിക്സ് ചെയ്തെടുത്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഈ പാത്രമില്ലേ, ഫ്രൈ ചെയ്തെടുത്ത പാത്രത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് വേണം നമ്മൾ വഴറ്റാൻ വേണ്ടി എടുക്കാൻ. എന്നാൽ പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉള്ളി മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട ശേഷം നന്നായി വഴറ്റുക. നന്നായി വഴന്നു വന്ന ശേഷം അതിലേക്ക് നമ്മൾ തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് വഴന്നാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മീൻ ഫ്രൈയിലെ അതിട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണേ. നമ്മൾ ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് വഴന്ന് വന്നാൽ നമ്മൾ ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരവിയതുകൂടി ഇട്ട് കൊടുക്കണം. നമ്മളിതൊരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. തേങ്ങ ഇടുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, അടിപൊളിയായിരിക്കും. അപ്പോൾ തേങ്ങ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മളെ മസാല ഇവിടെ റെഡിയാവും. ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പിന്നെ 1 കപ്പ് തേങ്ങ, അതിലേക്ക് അരമുറി ഉള്ളി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഇതൊക്കെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചെടുത്താണ്. അത് നമ്മൾ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും ഈ ചതച്ചെടുത്ത മിക്സും ഇട്ട് നന്നായി കുഴച്ചെടുക്കുക. പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി. കയ്യിൽ എണ്ണ തടവിയ ശേഷം വലിയൊരു ബോളെടുത്ത് കയ്യിലിട്ട് പരത്തിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മസാലയില്ലേ അത് നിറയെ ഇട്ട് കൊടുക്കണം. പിന്നെ മസാല ഇട്ട ശേഷം 2 സൈഡും കൂട്ടി നമ്മൾ ഉന്നക്കായൽ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു മോഡലിൽ നന്നായി ഉരുട്ടിയെടുക്കുക. കൽമാസ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സൈസിലാണ് ഉണ്ടാവുക. ഉന്നക്കായൻ്റെ അത്ര അല്ല, ആ ഒരു ഷേപ്പല്ല, കുറച്ച് നീണ്ടിട്ട് വലിയൊരു സൈസിലായിരിക്കും. അപ്പോൾ എല്ലാം നന്നായി ഉരുട്ടിയെടുക്കുക. ഒരു ആവിച്ചെമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടായ ശേഷം നമ്മൾ ഉരുട്ടിയെടുത്ത് ഈ കൽമാസിലെ അതിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. എനിക്കിത് 15 മിനിറ്റ് കൊണ്ടാണ് വെന്ത് കിട്ടിയത്. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വേവിക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾ, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. നമ്മൾ മസാല അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. മസാലയിൽ അതായത് ഈ മുളക് മിക്സിൽ ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം പൊരിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെയും പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതുപോലെ തന്നെ നമുക്കെല്ലാം പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ കുറഞ്ഞു വരുന്നതിന് കണക്കായിട്ട് നിങ്ങൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണേ. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അയല വെച്ചിട്ടുള്ള കൽമാസാണ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.